ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ നാളത്തെ മഴതോറും മുമ്പേ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലിട്ട് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണോ? എനിക്കാണെങ്കിൽ ഇന്നത്തെ സീരിയലിൻ്റെ പ്രൊമോ പറയാൻ ഭയങ്കര സങ്കടം കേട്ടോ. കാരണം ഭയങ്കരമായിട്ടുള്ളൊരു സീനുകളായിട്ടോ നാളെ വരാനിരിക്കുന്നത്. ഈ പ്രൊമോ പറയുമ്പോൾ വല്ലാത്തൊരു വിഷമം കേട്ടോ. പാവം എത്രയൊക്കെ പറഞ്ഞാലും ഒരു പെണ്ണല്ലേ, അതിനൊരു പ്രായവും പക്വതയും ഇല്ലാത്ത ആ ഒരു പെണ്ണിനെ ഇത്രയും പൈശാചികമായിട്ടൊരു ഗ്യാങ് റേപ്പ് തന്നെ അവിടെ ചെയ്യാം കേട്ടോ. എനിക്കത് രക്ഷയില്ല ഇതൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും നാളത്തെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പ്രൊമോ ഒക്കെ കേട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ അധികം നീട്ടാണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഹരിക്ക് മനസ്സിലായി ശരണ്യ എന്തായാലും പൂർണ്ണമായിട്ടും ആ ഒരു മയക്കം, ആ സെഡേഷനിലോട്ട് ശരണ്യ എത്തിയെന്നുള്ളത്. അങ്ങനെ ആ സന്തോഷം ആ ഹരിയുടെ മുഖത്തും ബാക്കി രണ്ട് സുഹൃത്തുക്കളുടെ മുഖത്ത് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ രോഹിത്തിൻ്റെ അവസ്ഥ, രോഹിത്തിന് ശരണ്യ വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ടെൻഷനും കയറുകയാണ്. എങ്ങനെയെങ്കിലും ശരണ്യ വരാണ്ടിരുന്നെങ്കിൽ മതി എന്നായിരുന്നു അവൻ്റെ ചിന്ത. ഈ ഹരി അത്ര നിർബന്ധിപ്പിച്ചാണ് നമ്മുടെ രോഹിത്തിനെ കൊണ്ടുവരുന്നത്. രോഹിത്തിനൊട്ടും ഇഷ്ടമല്ല ഈ ഒരു കേസിന് വരണതും ഒന്നും. പിന്നെ ബിയർ അടിക്കുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ഒരു കേസ് ഒരിക്കലും രോഹിത്തിനെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അവൾ വീട്ടിലെത്തി തല കറങ്ങുന്നു എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുന്ന പതുക്കെ നമ്മുടെ ഹരി റൂമിലോട്ട് കിടക്കാമെന്നും പറഞ്ഞ് കൊണ്ടുപോയി ആ കട്ടിലേറിട്ട് അങ്ങ് കിടത്തുകയാണ്. കിടത്തി കഴിഞ്ഞിട്ട് പിന്നെ അവളെ കുറച്ച് നേരം അവളെ എന്തു പറ്റിയിടി എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ മുഖത്തൊക്കെ ഇട്ട് ആക്കിയിട്ട് അപ്പോഴേക്കും അവൾ പൂർണ്ണമായിട്ടും ആ ഉറക്കത്തിലോട്ട് അങ്ങ് വഴുതി കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ പിന്നെയും വെള്ളം കുടിക്കുകയാണ്. ആ കാറിൽ ഇരുന്ന് കുടിച്ചത് കൂടാണ്ട് എനിക്ക് വെള്ളം വേണം, തൊണ്ട വരണ്ട് പറഞ്ഞു ഹരിയേട്ടാ എന്ന് പറഞ്ഞായിരുന്നു ആ കുട്ടി. അപ്പോൾ ഹരി വീണ്ടും ആ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും ആ കുട്ടി ഉറക്കത്തിലോട്ട് അങ്ങ് വഴുതി പോവാട്ടോ. പിന്നെ നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഇതുപോലെയുള്ള ഈ റേപ്പ് കേസുകൾ ഇതുപോലെ ഒരുപാട് നടക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ളവന്മാരുടെ പിടിയിൽ അകപ്പെട്ട് മുന്നും പിന്നും ചിന്തിക്കാണ്ട് ഈ ലോകത്ത് ഇതുപോലെയുള്ള ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവനെ ഒരുത്തനെ കണ്ടു, പരിചയപ്പെട്ടു, പ്രണയിച്ചു, അവൻ പറയുന്നത് എന്തും വിശ്വസിപ്പിച്ച്, അവൻ പറയണത് എന്തും വിഴുങ്ങി, അവൻ പറയണ സ്ഥലത്ത് എല്ലാം പോയി ഈ ഒരു രീതിയിലൊക്കെ അകപ്പെട്ടു പോണ ഒരുപാട് കുട്ടികൾ ഇന്നത്തെ സമൂഹത്തിലുണ്ട്. പക്ഷേ ഇതൊന്നും ഇപ്പോഴും എത്ര പറഞ്ഞു കൊടുത്തിരുന്നാലും മനസ്സിലാകില്ലേ നമ്മുടെ കുട്ടികൾക്ക്. കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഒരു ട്രാപ്പിലൊന്നും ചെന്ന് പെടരുത്. സ്നേഹമാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒറ്റയ്ക്കുള്ള സ്ഥലങ്ങളിലോ ഒന്നും ഒരു സ്ഥലത്തും പോകരുത്. അതൊക്കെ ഇപ്പോഴത്തെ പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. ഇപ്പോഴത്തെ പിള്ളേർ എന്താ പറയണേ. അപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ, ആ സീനൊക്കെ കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഹരി അവളുടെ അവളുടെ മുഖത്ത്, അപ്പോൾ കൂട്ടുകാരെയും കൂടെ ഇങ്ങനെ വരാൻ പറഞ്ഞു. അവന്മാർ ഒരുത്തൻ സ്പീക്കറൊക്കെ എടുത്തുകൊണ്ടാണ് പറഞ്ഞത്. കാരണം എൻജോയ് ചെയ്യേണ്ട അത്രയ്ക്ക്. അങ്ങനെ അവന്മാർ റൂമിലോട്ട് കയറുക. ഏതുകൊണ്ടോ ഈ വിശന്നിരുന്നവൻ്റെ മുന്നിൽ തീറ്റ കിട്ടുന്ന കണക്കുള്ള ഒരവസ്ഥയാണ് ആ പെൺകുട്ടി. ഒരു കുരുന്നു കുട്ടിയാണ്. എത്ര പ്രായം പക്വതയായി വന്നു എന്നുള്ളതല്ലാണ്ട് അതിന് അത്രയ്ക്കുള്ളൊരു പക്വത ഉണ്ടോ? ആയി പറഞ്ഞ് പഠിക്കുന്നൊരു കുട്ടിയല്ലേ, ജീവിതത്തിൻ്റെ ഒരു ഇതുപോലെ എത്താത്തൊരു കുട്ടി. അങ്ങനെ ഹരി അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഇത്രയും നാൾ അവൾ എന്നെ കറക്കി ഒന്ന് തൊടാൻ കൂടി അവൾ സമ്മതിക്കില്ല, നീ ആരാന്നടി വിചാരം എന്നൊക്കെ അങ്ങനെ അവളുടെ മുഖത്ത് നോക്കി ഹരി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവന്മാരൊക്കെ അങ്ങ് ചിരിക്കുക. അപ്പം നമ്മുടെ ആ മുടി ഉള്ളൊരുത്തനാണെങ്കിൽ ഭയങ്കര ധൃതിയാണ്. അവൻ പറയണം, അതെ ഉറക്കത്തിൽ നിന്ന് അവളെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ എൻജോയ്മെൻ്റ് എല്ലാം കഴിയണമെന്ന് പറയണം. അതെ രോഹിത്തിൻ്റെ അവനെ ഇങ്ങോട്ട് വിളിയെന്ന് പറയണം. അപ്പോൾ രോഹിത് മാറി അടുക്കളയിൽ തന്നെ നിൽക്കെടുക്കണം. അവൻ ഇതൊക്കെ കണ്ടിട്ട് കൈയും കാലും അങ്ങോട്ട് വിറയ്ക്കുകയാണ് കേട്ടോ. ഏതാണ് ഇവിടെ എന്താ സംഭവിക്കാൻ പോണേ, ഇത് വലിയ ദുരന്തത്തിലോട്ട് വരും. അപ്പോൾ രോഹിത്തിനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ രോഹിത്ത് വരെയാണ്, നീ എന്നടാ മാറി നിൽക്കണമെന്ന് പറഞ്ഞ് ഹരി ഒച്ച എടുക്കുകയാണ്, നമുക്ക് എൻജോയ് ചെയ്യേണ്ടടാന്ന് പറഞ്ഞിട്ട് അവർ പാട്ടൊക്കെ വെച്ച് അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോഴേക്കും ഹരി ശരണ്യയുടെ ഷോളും ഡ്രസ്സൊക്കെ പതുക്കെ അങ്ങോട്ട് മാറണം. ഇതൊക്കെ കണ്ടിട്ട് രോഹിത്ത് നിന്ന് വിറയ്ക്കുകയാണ്. കാരണം രോഹിത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാവുകയാണ്, ഇതെന്താവും ഇത്. അപ്പം നമ്മുടെ രോഹിത്ത് പറയുന്നുണ്ട്, എടാ വേണ്ട, നമ്മളിത് വലിയ കുരുക്കി ചെന്ന് ചാട്, നമുക്കിത് വേണ്ടടാ, നമ്മൾ ഒന്നും ചെയ്യണ്ട, അവളെ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയുന്നുണ്ട്, നീ ഒന്ന് പോടാ അവിടെ, ഇത്രയും കയ്യിൽ കിട്ടിയ സാധ്യത കളയാനോന്നും പറഞ്ഞുകൊണ്ട് ഹരിയും കൂട്ടുകാരും കൂടെ അങ്ങ് ത്രില്ലിൽ നിൽക്കുകയാണ് കേട്ടോ. രോഹിത്തിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല. രോഹിത്തിന് അവിടെ നിന്ന് ഇറങ്ങി എങ്ങനെയെങ്കിലും ഒന്ന് ഓടിയാൽ മതിയെന്നായി. അത്രയ്ക്കൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. ഇത്രയും എന്നാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരേണ്ട കാര്യം എന്നാ എന്നുള്ള രീതിയിലാണ് മറ്റവന്മാർ ചോദിക്കണം. അപ്പോൾ അവസാനം ഹരിയുടെ ടോണൊക്കെ മാറണതേ, നീ മടങ്ങി ഒതുങ്ങി മിണ്ടാതിരുന്നോണം,
മര്യാദയ്ക്ക് നീ ഇരുന്നോണം. ഇത്രയും പാടുപെട്ട് ഇത്രയും ആക്കി അവളെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇനി നിൻ്റെ മറ്റേ സ്വഭാവം എടുക്കല്ലെന്നും പറഞ്ഞ് ഹരി ചൂടാണ്. അത് കേട്ടപ്പോൾ പിന്നെ രോഹിത്തിന് ഭയങ്കര ഇതായി. നീ ഇതേ ആ ഫോണൊക്കെ എടുത്ത് റെഡിയാക്കി വയ്ക്കും, ഫോട്ടോയും കുറച്ച് സ്റ്റിൽസൊക്കെ എടുത്തോണം, അവളുടെ ഞാക്കായിട്ടുള്ള കുറച്ച് സ്റ്റിൽസും കാര്യങ്ങളൊക്കെ നീ എടുത്തോണം, വീഡിയോ എടുത്തോണം. കാര്യം നമുക്ക് ഇതിൻ്റെ ആവശ്യം വരും. ഇവളെന്തെങ്കിലും നമ്മളെ കുരുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് കാണിച്ച് വേണം അവളെ നമുക്ക് പേടിപ്പിക്കാനുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരുദ്ദേശിച്ചതുപോലെ തന്നെ ആ കുട്ടിയെ പിച്ച് ചീന്തുന്ന കണക്കുള്ള ഒരു റേപ്പാണ് അവിടെ നടക്കുന്നത് കേട്ടോ. ഹരിക്ക് ഇതങ്ങോട്ട് കണ്ടിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഫോണിൽ എന്തൊക്കെ എടുക്കുന്നു, ഫോൺ പിടിക്കാൻ പോലും ഹരിക്കല്ല രോഹിത്തിന്, സോറി കേട്ടോ, രോഹിത്തിന് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഹരിയുടെയും കൂട്ടുകാരെ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ആ കുട്ടിയോട് അങ്ങോട്ട് കാണിക്കുന്ന ഒരിത് കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത രീതിയിൽ അവനങ്ങോട്ട് വിറക്കിയാണ്. അവൻ്റെ തലയ്ക്കൊക്കെ അങ്ങോട്ട് പെരുകണം. ആ രോഹിത്തിന് ആ ഫോൺ പോലും ഇവർ ഫോട്ടോ ഇടുന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെ കിടന്ന് വരട്ടാം. രോഹിത്തിന് ആ ഫോൺ പോലും നേരെ പിടിക്കാൻ പറ്റുന്നില്ല. രോഹിത് അവിടെ നിന്ന് ഗതി കേട്ട് അവസാനം അവിടെ നിന്ന് ഇറങ്ങി ഓടി വെളിയിലോട്ട് ചാടുകയാണ് കേട്ടോ. അവന് രണ്ട് കാലം നിൽക്കാൻ പറ്റുന്നില്ല, കാരണം ബിയർ അടിച്ചിട്ട് ആകെ ഒരിതാണ്. അപ്പോൾ അവരതറിയണില്ല ഹരിയെന്ന്, രോഹിത് പുറത്ത് കാണുന്നത്. അപ്പം കുറേ കഴിഞ്ഞപ്പോൾ രോഹിത് ഇല്ല എന്നുള്ളത് അവർ മനസ്സിലായി. പക്ഷേ എന്നും പറഞ്ഞ് അവരൊന്നും ഇതാക്കുന്നില്ല. അവർ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലല്ല അവർ മാക്സിമം ആ കുട്ടീനെ എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞ ഒരു കൂട്ട ബലാത്സംഗം തന്നെയാണ് ആ കുട്ടിയുടെ മേലെ ഇവർ 3 പേരും കാണിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കണ്ട് വിറച്ച് പകച്ച് പേടിച്ച് നമ്മുടെ രോഹിത് അവിടെ നിന്നും പുറത്ത് എങ്ങനെയൊക്കെ ഇറങ്ങി അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി, എന്തായാലും താൻ ഇതിൽ പെടും, പക്ഷേ ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ശേഷി എനിക്കില്ല എന്നോർത്ത് രോഹിത് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ആ വണ്ടി എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഹരി രോഹിത്തിനെ തിരക്കുകയാണ്. അപ്പോൾ രോഹിത്തിൻ്റെ ഫോണിൽ വിളിക്കണം. പക്ഷേ രോഹിത് ഹരിയുടെ കോളായപ്പോൾ ആണെന്നറിഞ്ഞപ്പോൾ രോഹിത് കോൾ എടുക്കാനേ ഇല്ല. രോഹിത് എങ്ങനെയൊക്കെയോ വണ്ടി ഓടിച്ച് അവസാനം വീട്ടിലെത്തുകയാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ അലീനെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് കേട്ടോ. രോഹിത് ആ വണ്ടി കൊണ്ടുവന്ന് വെക്കാൻ പോലും രോഹിത്തിന് പറ്റില്ല. ആ കാല് ഉറച്ച് നിൽക്കണില്ല, കാരണം ബിയർ അടിച്ചിട്ടുണ്ടല്ലോ. അതും പിന്നെ പേടിച്ച് പതറി ആ ഒരു സിറ്റുവേഷനൊക്കെ കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ വണ്ടി വെച്ച് കയറാൻ പറയുമ്പോൾ അലീനെ ചോദിക്കുന്നുണ്ട്, രോഹിത് എന്താ പറ്റിയത്, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കണം. നീ ആരടി മാറിയിക്കടി എന്ന് പറഞ്ഞിട്ട് കയറുകയാണ്. ആ സമയത്ത് കൃഷ്ണമോളും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, രോഹിതേട്ട ഇന്നും മദ്യപിച്ചിട്ടല്ലേ വന്നത്, നീ ആരടി എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനെന്ന് പറഞ്ഞ് കൃഷ്ണേരുടെ അടുത്ത് ഒച്ച എടുത്തിട്ട് നേരെ എങ്ങനെയൊക്കെ സ്റ്റെപ്പിലോട്ട് കയറാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ സ്റ്റെപ്പിൽ കയറാൻ വേണ്ടി ശ്രമിക്കണ സമയത്ത് വീണു പോവുകയാണ്. ആ സമയത്ത് അലീന ഓടി വന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ചോദിക്കണം, നീ എന്തിനാടി എന്നെ പിടിച്ചതെന്ന് പറഞ്ഞിട്ട് കൈ തട്ടി മാറ്റിയിട്ട് ഓടി മേളിൽ കയറുകയാണ്. അങ്ങനെ മേളിൽ കയറി റൂമിൽ കയറി റൂം അങ്ങ് അടച്ചിട്ടാണ്. അപ്പോൾ അലീനയ്ക്കും കൃഷ്ണയ്ക്കും മനസ്സിലായി രോഹിത് എന്തോ ട്രാപ്പിൽപ്പെട്ടു. അച്ഛൻ വിളിച്ചപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഇന്ന് ഹോസ്പിറ്റലിൽ അവൻ വന്നിട്ടില്ല എന്നുള്ളത്. അതും എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അലീനയ്ക്ക് ആകെ ഒരു ഇതാണ്. അപ്പം ചേച്ചി നമുക്ക് അച്ഛനെ വിളിച്ച് അറിയിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോള് പെട്ടെന്ന് തന്നെ ബാലേന്ദ്രനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ രോഹിത് എത്തി, പക്ഷേ ഒരു എന്തോ പന്തികേടുണ്ട് അച്ഛാന്ന് പറയുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പം മേളിലത്തെ രോഹിത്തിൻ്റെ റൂമിൽ നിന്ന് എന്തൊക്കെയോ പടപടയെന്ന് താഴെ വീഴ കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, കൃഷ്ണൻ നീ ഇവിടെ നിൽക്കുക, ഞാൻ പോയി നോക്കാമെന്നും പറഞ്ഞ് ചെന്ന് ഡോറി മുട്ടപ്പോൾ തുറക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഡോറ് ലോക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അലീന അകത്ത് കയറിയപ്പം ചുരുണ്ട് കൂടി ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കട്ടോ രോഹിത്. അതിൻ്റെ ഇടയിൽ രോഹിത് ആ മുറി ചെന്ന സമയത്ത് രോഹിത്തിന് ഈ ഓർമ്മകൾ ശരണ്യയോട് ചെയ്ത യവന്മാരുടെ ഒരു ക്രൂരതയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് രോഹിത് ആകെ കിടന്ന് ഭ്രാന്തനെ പോലെ കിടന്ന് അവിടെ കാലുറച്ച് നിൽക്കുന്നില്ല. ടേബിളിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ താഴെ വീണ് പോണു. അങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് തലയിൽ കൈവച്ചിട്ട് അങ്ങനെ എന്ന് വെച്ചാൽ പേടിച്ച് ഭയന്ന് കുറ്റബോധവും സങ്കടവും എല്ലാം കൂടെ പറയണം. എന്നിട്ടൊരു മൂലയ്ക്ക് ചുരുണ്ടിരിക്കേണ്ട ഒരു രംഗമായിട്ടോ അലീനെ തുറന്നപ്പം കാരണം അലീന ഓടി ചെന്നിട്ട് രോഹിത്തെ മോനെ എന്താ പറ്റിയ. അപ്പോൾ രോഹിത് മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ അലീന വീണ്ടും ചോദിക്കണം, എടാ എന്തെങ്കിലും പറ്റുമോ, നീ തുറന്നു പറ, എന്താണെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പം രോഹിത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നീ പോടി എൻ്റെ റൂമിൽ നിന്ന് പറഞ്ഞ് അലീനെ മാട്ടേണ്. അപ്പോഴാണ് അലീനയാണെന്ന് അവ അറിഞ്ഞത്. അപ്പോൾ രോഹിത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോനെ എന്നിട്ടും അലീന പോയില്ല. അപ്പം നീ ആരാടി എന്നോട് ഇത് ചോദിക്കാൻ, നീ എൻ്റെ ആരാ? അപ്പം പറയും നിൻ്റെ ചേച്ചിയാടാന്ന് പറയും. ഏത് ചേച്ചി? എൻ്റെ അച്ഛന് ഏതോ അവിഹിത ബന്ധത്തിലുണ്ടായോളല്ലേടി നീ. അവിഹിത ബന്ധത്തിലുണ്ടെങ്കിലും നിൻ്റെ അച്ഛൻ്റെ മകളല്ലേ, അപ്പോൾ ഞാൻ ചേച്ചി തന്നെയാണ് നിൻ്റെ. ആ അധികാരത്തിൽ ഞാൻ ചോദിക്കണം, പറ മോനെ എന്താ പറ്റിയ, നീ എന്താണെങ്കിലും പറ. അപ്പോൾ അത് കേട്ടപ്പോൾ ആ മോനെ എന്നൊക്കെ വിളിച്ച് കേട്ടപ്പോൾ രോഹിത് ഒന്ന് ശമിച്ചു കേട്ടോ. നീ എന്താണെങ്കിലും ചേച്ചിയോട് പറ, നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം, നീ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് വിഷമിക്കല്ലേ, നീ സമാധാനപ്പെട് എന്നൊക്കെ പറഞ്ഞിട്ട് അലീന സംസാരിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ രോഹിത് അലീനയുടെ കൈ പിടിച്ചിട്ട് പറയണേ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി ചേച്ചി എന്ന്
എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ മോനെ പറയാം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവിടെ പോയി എന്നല്ലാണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ രോഹിത് പറ. ആ സമയം കൃഷ്ണ കയറി വരെയാണ്, എന്താ രോഹിതേട്ട. അപ്പോൾ അപ്പോഴാണ് രോഹിത്തിന് വീണ്ടും ആ ഒരു മൈൻഡ് ഓക്കെ ആയി പറഞ്ഞത് കേട്ടോ, താൻ എവിടെയാണെന്നും. അപ്പോൾ തന്നെ രണ്ടുപേരും ഇറങ്ങിപ്പോന്നും പറഞ്ഞ് രോഹിത് അവരെ പുറത്താക്കി ഡോറങ്ങ് അടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തേക്കൊരു സീനൊക്കെയാണ് നാളെ വരാനിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതെന്തായി തീരുമെന്ന് അറിഞ്ഞില്ല. എന്തായാലും രോഹിത് ഹരിയുടെ ട്രാപ്പിൽ പെട്ടു. ഇനിയിപ്പോൾ ഹരിയും ടീമുകളും ആ കുട്ടിയെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് 4 മണിയായിട്ടും ആവശ്യത്തിന് അവർ ആ കുട്ടിയെ യൂസ് ചെയ്തു. 4 മണിക്കെങ്കിലും അവളെ തിരിച്ചുകൊണ്ട് എത്തിക്കണ്ടേ, പക്ഷെ അവൾ എണീക്കില്ല. ആ കുട്ടിയുടെ നില ഭയങ്കര ഒരു ക്രിട്ടിക്കൽ അവസ്ഥയിലായിട്ട് കേട്ടോ, ബ്ലീഡിങ് ഒക്കെ ആയിട്ട് ആ കുട്ടി ഭയങ്കര ഒരു സിറ്റുവേഷൻ. അപ്പം അവന്മാർ രണ്ടുപേരും ഹരിയോട് പറയുന്നുണ്ട്, നീ എനിക്കല്ലേ അവളെ അറിയൂ, നീ എങ്ങനെയെങ്കിലും ഉണർത്തി അവളെ കൊണ്ടാക്കുന്നു. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ, അവൾ ഉണരുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, രാത്രി ആവാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ പെടും, ഈ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുപോയാൽ. ഇനിയിപ്പോൾ എന്തായാലും എവളെ നമുക്ക് എവിടെയെങ്കിലും ഉപേക്ഷിച്ചാലേ പറ്റുള്ളൂ എന്നൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായി തീരുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ഹരിയും ടീമും രോഹിത് ഉൾപ്പെടെ ഇതിൽ പെടുകയും ചെയ്യും. ഒരു വൻ ദുരന്തം തന്നെ ബാലേന്ദ്രന് ഇനി നേരിടേണ്ടി വരികയാണ് കേട്ടോ. പക്ഷേ ഇതിലെല്ലാം രോഹിത്തിനൊപ്പം നിൽക്കാൻ ഇനിയിപ്പോൾ അലീന മുന്നിട്ടിറങ്ങും. കാരണം രോഹിത് ഇതിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തീർത്ത് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. രോഹിത് ഇതിൽ പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇതിൽ തെറ്റ് ചെയ്തിട്ടില്ല, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവൻ പറയുന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ, ഇനി വരുന്ന എപ്പിസോഡുകളിലാണ്. അപ്പോൾ എന്തായാലും നാളത്തെ പ്രൊമോ വീഡിയോയിൽ വരുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നാളത്തെ സീന് ഭയങ്കര ഒരു വിഷമം പിടിച്ചൊരു സീനാണ്. എനിക്ക് ഈ പ്രൊമോ പറയുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാട്ടോ. നമ്മളൊരു എന്താ പറയണ, ഒരു പെൺകുട്ടിയുടെ ഒരു പിച്ചി ചിന്തനൊക്കെ ഒരു അവസ്ഥകളല്ലേ, അത് പറയാൻ തന്നെ നമുക്കൊരു എന്താ പറയണ, മൈൻഡ് ചെയ്യുന്ന ഒരു ഇതുപോലെ. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രൊമോക്ക് എല്ലാവരും കേൾക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. അതോടൊപ്പം എല്ലാവർക്കും ഒരു ശുഭരാത്രി പറയുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.